ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒരുപാട് നാളായി പറയാൻ കാത്തിരുന്ന ഒരു വിവരമാണ് പറയാൻ പോകുന്നത്. അതായത് ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് വന്നതിന് ശേഷം നിങ്ങളെ അറിയിക്കാം എന്നുള്ളത് കൊണ്ടാണ് ആ അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. അതായത് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾ ഒരുപാട് നാളായി കാർഡിൽ നിന്ന് മാറാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സമീപകാലത്തൊന്നും ഇല്ലാത്ത അത്ര ആളുകളെ, അതായത് 1 ലക്ഷത്തിലധികം ആളുകളെ പിറവി ദിനത്തിൽ നവംബർ 1-ാം തീയതി മുതൽ തന്നെ ഈ ഒരു BPL റേഷൻ കാർഡിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് സർക്കാർ. ഈ ഒരു വിവരത്തെക്കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. ഇതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്തിച്ചേരാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം ഒരു 1.5 മാസത്തോളം നീണ്ടു നിന്ന ഒരു മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്ക് സ്വമേധയാ തിരിച്ചേൽപ്പിക്കാനുള്ള ഒരു അദാലത്ത് വെച്ചിരുന്നു. ഇങ്ങനെ തിരിച്ചേൽപ്പിക്കുന്നവർക്ക് യാതൊരുവിധ പിഴ ശിക്ഷയും ഉണ്ടാകുകയില്ല എന്നുള്ള തരത്തിലൊക്കെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അനർഹമായി കൈവശം വെച്ചിരുന്ന 1,30,000-ത്തിലധികം കാർഡുകൾ തിരിച്ചേൽപ്പിക്കുകയുണ്ടായി. ഈ ഒരു ഒഴിവുകളിലേക്ക് അർഹരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്ന നടപടിയാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഈ ഒരു നവംബർ മാസം 1-ാം തീയതി തന്നെ ഇതിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ഉണ്ടാകും. 1 ലക്ഷത്തോളം ആളുകളെ നവംബർ മാസം തന്നെ അതിലേക്ക് ഉൾപ്പെടുത്തുന്നതാണ്. അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിന് നിങ്ങൾ അർഹനാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. മുമ്പ് അപേക്ഷിച്ചിട്ടുള്ള ആളുകൾ അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല. മുമ്പ് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നമ്മുടെ ജീവിതം വീണ്ടും ദുസ്സഹമായിട്ടുണ്ടെങ്കിൽ, ക്യാൻസർ പോലുള്ള അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെക്കൽ, ഡയാലിസിസ് ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള രോഗങ്ങൾ, അതിനുശേഷം ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ഇത്തരക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള രേഖകൾ കൂടി, രോഗികളാണെങ്കിൽ മെഡിക്കൽ രേഖകൾ കൂടി ഈ ഒരു അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് വീണ്ടും അപേക്ഷ സമർപ്പിക്കുക. നിലവിൽ ഇത്തരത്തിലുള്ള അപേക്ഷകൾ ഒരുപാട് കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഇതിലേക്ക് ഉൾപ്പെടാൻ വേണ്ടി കഴിയുകയില്ല. ഇതുവരെ സമീപകാലത്തൊന്നും ഇല്ലാത്ത അത്ര ആളുകൾക്ക് ഇതിലേക്ക് ഉൾപ്പെടാൻ വേണ്ടി കഴിയും. ഒരു നിലവിൽ വിതരണം ചെയ്യാൻ കരുതിയിട്ടുള്ള ഒഴിവുകൾ എല്ലാ താലൂക്കിലേക്കും വീതിച്ച് നൽകുകയാണ് ചെയ്യുക. താലൂക്ക് സിവിൽ സപ്ലൈസ് ഓഫീസറാണ് ഈ എത്ര ആളെ ഇതിലേക്ക് ഉൾപ്പെടുത്തണം എന്ന് തീരുമാനിക്കുന്നത്. അപേക്ഷിച്ചിട്ടുള്ള ആളുകളുടെ സാമ്പത്തികവും ആരോഗ്യവുമായിട്ടുള്ള ക്ലേശതകളും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിശ്ചിത മാർക്ക് നൽകുന്നതാണ്. ഇങ്ങനെ നൽകുന്ന മാർക്കിൽ മിനിമം 30 മാർക്കെങ്കിലും ലഭിക്കുന്ന ആളുകളെയാണ് ഈ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പരിഗണിക്കുക. 30 മാർക്ക് ലഭിക്കാത്ത ആളുകളെ അപ്പോൾ തന്നെ പുറത്താക്കും. 30 മാർക്ക് ലഭിച്ച എല്ലാ ആളുകൾക്കും ഉൾപ്പെടാൻ കഴിയുകയില്ല. അപ്പോൾ അത് മുൻഗണന വെച്ചിട്ട്, അതായത് ആദ്യം അപേക്ഷിച്ചിട്ടുള്ള ആളുകൾക്ക് എന്നുള്ള രീതിയിലായിരിക്കും കാർഡിലേക്ക് ഉൾപ്പെടുത്തുക. അതിനു വേണ്ടി ഇപ്പോൾ ആർക്കൊക്കെ അപേക്ഷിക്കാം ഇത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എങ്കിലും ഒരിക്കൽ കൂടി പറയാണ്. അതായത് സർവീസ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ, സർവീസ് ജീവനക്കാർ, റേഷൻ കാർഡിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് നീല, വെള്ള, പിങ്ക് റേഷൻ കാർഡിന് അർഹതയില്ല. അത്തരത്തിലുള്ള ആളുകൾ ഇതുപോലെ ഈ മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ടതില്ല. വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് നീല റേഷൻ കാർഡിലേക്ക് ഉൾപ്പെടണമെങ്കിലും സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷകളും സമർപ്പിക്കാം. അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമാണ്. സ്വന്തമായി ആവശ്യത്തിനുള്ള 4 ചക്ര വാഹനം, അതുപോലെ തന്നെ 1000 സ്ക്വയർ ഫീറ്റ് വീട്, 1 ഏക്കറിലധികം സ്ഥലം, 25,000 രൂപയ്ക്ക് മുകളിലുള്ള മാസ വരുമാനം, ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സൗകര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിന് നിങ്ങൾക്ക് അർഹതയില്ല. ഈ പറഞ്ഞ സൗകര്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് നീല കാർഡിനും അർഹതയില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സൗകര്യമുണ്ട്, ഒരു വീടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീല കാർഡ് കിട്ടും. അതിനുവേണ്ടി നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് കിട്ടാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാർഡിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതാണ്. റേഷൻ കാർഡ് ഉണ്ടായിട്ടും ഇത്രയും കാലം ഭക്ഷ്യവിഹിതങ്ങളൊന്നും, ഈ കിറ്റ് ഒഴികെയുള്ള ഭക്ഷ്യവിഹിതങ്ങളൊന്നും ലഭിക്കാതെ പോയ അർഹരായിട്ടുള്ള വെള്ള റേഷൻ കാർഡുകൾക്കൊക്കെ പെട്ടെന്ന് ഈ ഒരു ലിസ്റ്റിലേക്ക് കയറി പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.